ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സൺഡേ വ്ളോഗാണ് ചെയ്യുന്നത്. ഞായറാഴ്ച പൊതുവേ ഒരു മടിയായിരിക്കും എല്ലാത്തിനും അല്ലേ. എല്ലാ സാറ്റർഡേ സൺഡേയിലും ബദ്രൂട്ടിന് ഡാൻസ് ക്ലാസ് ഉണ്ടായതുകൊണ്ട് എല്ലാ ദിവസത്തെ പോലെ തന്നെ ആ ദിവസവും കടന്നു പോകാറുണ്ട്. രാവിലെയാണ് ഡാൻസ് ക്ലാസ് 9:30. അപ്പോൾ രാവിലെ നമ്മൾ എണീറ്റ് എല്ലാം ചെയ്തിട്ടാണ് പോകുന്നത് ഡാൻസ് ക്ലാസ്സിന്. പക്ഷേ ബദ്രൂട്ടിന് ചുമ ആയതുകൊണ്ട് ഇന്ന് ഡാൻസ് ക്ലാസ്സിന് പോയില്ല. അതുകൊണ്ട് എഴുന്നേറ്റപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് കഞ്ഞിയാക്കാമെന്ന് വിചാരിച്ചു. ബദ്രൂട്ടിന് ചുമയും കൂടെ ആണല്ലോ, അപ്പോൾ രാവിലെ ചൂട് കഞ്ഞി കുടിക്കട്ടെ എന്ന് വിചാരിച്ചു. അരിയുടെ കൂടെ കുറച്ച് പയറും കൂടി ഇട്ട് കുക്കറിലാണ് വേവിക്കുന്നത്. അങ്ങനെ അരിയൊക്കെ കഴുകി കുക്കറിനകത്ത് ആക്കിയിട്ടുണ്ട്. കൂടെ ഒരു സ്പൂണും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതായത് ഇത് തിളച്ച് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്പൂൺ വെച്ച് കൊടുക്കുന്നത്. കഞ്ഞി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഞ്ഞിയെ കുറച്ച് കാണരുതല്ലോ, അതുകൊണ്ട് കഞ്ഞിയുടെ കൂടെ ഒരു പപ്പടവും കൂടെ ആകാമെന്ന് വിചാരിച്ച് അങ്ങനെ പപ്പടം എല്ലാം പൊള്ളിച്ചെടുക്കുന്നുണ്ട്. അന്നേരം തന്നെ അവിടെ എല്ലാം തുടച്ചിടുന്നുണ്ട്. പിന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചു. ഞാൻ വെള്ളം തിളപ്പിക്കുമ്പോൾ അതിനകത്ത് ഗ്രാമ്പുമാണ് ഇടാറ്. ഗ്രാമ്പൂവിന് കുറേ ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ, കൊളസ്ട്രോളിനും അതിനൊക്കെ നല്ലതാണെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഗ്രാമ്പു ഇട്ടിട്ടാണ് വെള്ളം തിളപ്പിക്കുന്നത്. പിന്നെ അന്നേരം തന്നെ അവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കി ഇടുന്നുണ്ട്. പിന്നെ പോയി ബദ്രൂട്ടിനെ വിളിച്ചുകൊണ്ട് വന്നു. ബ്രഷ് ചെയ്തിട്ട് അവന് ആഹാരം കൊടുത്തിട്ട് മരുന്ന് കൊടുക്കണം. കഞ്ഞിയാണെന്ന് കരുതി ഒട്ടും കുറച്ചില്ല. കൂടെ 2 മുട്ടയും ആക്കി, പപ്പടവും ഉണ്ട്, നാരങ്ങാച്ചാറും ഉണ്ട്. പിന്നെ ഇതിൽ കൂടുതൽ എന്തോ വേണമല്ലേ. നമ്മൾ എന്നും ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം, ദോശ, ഇഡ്ഡലി, പുട്ട് ഇതൊക്കെയല്ലേ കഴിക്കുന്നത്. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ കഞ്ഞിയൊക്കെ ഇങ്ങനെ രാവിലെ കഴിക്കുമ്പം അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആഹാരമൊക്കെ കഴിച്ചു. പിന്നെ ബദ്രൂട്ടിന് മരുന്നൊക്കെ കൊടുത്തു. അങ്ങനെ നോക്കുമ്പോൾ പുറത്തെ ചെടിക്കകത്തെ ഇല ഉണങ്ങി നിൽക്കുന്നു. അപ്പോൾ അത് കാണുമ്പോൾ ഒരു അഭംഗി പോലെ, ആ പച്ചയുടെ ഇടയ്ക്ക് ഉണങ്ങിയ ഇല നിൽക്കുന്നത് കാണുമ്പോൾ. അങ്ങനെ ഉണങ്ങിയ ഇലകളെല്ലാം വെട്ടി മാറ്റുവാണ്. അതിൻ്റെ ഇടയ്ക്ക് ബദ്രൂട്ട് മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. പിന്നെ പഠിക്കാനിരുന്നു. സ്കൂളിലേക്കുള്ള ഹോംവർക്കൊക്കെ കുറച്ചുകൂടി ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. അവനെല്ലാം ഹോംവർക്കൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഞാൻ നേരെ ക്ലീനിങ്ങിലേക്ക് കടന്നു. ഇന്നത്തെ ക്ലീനിങ് മുകളിലാണ്. താഴെ 2 ദിവസം മുന്നേ താഴെ മൊത്തം ക്ലീൻ ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് മുകളിലാണ് ക്ലീൻ ചെയ്യുന്നത്. അതിനിടയ്ക്ക് ബെഡൊക്കെ വിരിച്ചിടുന്നുണ്ട്. കട്ടിലിൻ്റെ അടിക്ക് മൊത്തവും ബദ്രൂട്ടിൻ്റെ കളിപ്പാട്ടങ്ങളാണ്. അതായത് രാത്രിയിൽ ഉറങ്ങാൻ വരുമ്പം താഴെ കിടക്കുന്ന കളിപ്പാട്ടം മൊത്തം വാരി ഇവിടെ കൊണ്ടുവന്ന് ഇവിടുന്ന് കളിയാണ് ജോലി. കളിച്ച് കഴിഞ്ഞിട്ട് എല്ലാം തട്ടി കട്ടിലിൻ്റെ കീഴിൽ കൊണ്ടിടും. അപ്പോൾ അതെല്ലാം തൂത്തിട്ട് അവനെ കൊണ്ട് തന്നെ വാരി കവറിലെത്തിച്ച് താഴെ കൊണ്ടുവെക്കാൻ പറഞ്ഞ് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ അവിടെ ഇരിക്കുന്ന ലൊട്ടിലൊടുക്ക് സാധനങ്ങളെല്ലാം പൊടിയെല്ലാം തട്ടിക്കളഞ്ഞ് എല്ലാം തുടച്ച് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്.
മുകളിലത്തെ സിറ്റൗട്ടിൽ അധികം അങ്ങനെ ആരും പോയിരിക്കാറില്ല. മിക്കപ്പോഴും അങ്ങോട്ട് ആരും പോകാറില്ല. അതുകൊണ്ട് അവിടെ നല്ല പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് ഈ ഫ്ലോർ തുടയ്ക്കാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ എങ്കിൽ സ്റ്റെയർ ഇച്ചിരി പാടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, സ്റ്റെയർ ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ബെദ്രൂട്ടിന് അവിടെ വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മ തുടച്ച് കഴിഞ്ഞോ, ഇനി താഴെ തുടയ്ക്കുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, മുന്നേ മെനഞ്ഞാന്ന് തുടച്ചതാ താഴെ, ഇനിയിപ്പോൾ തുടയ്ക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇത്രയും തുടച്ചപ്പോൾ തന്നെ എൻ്റെ നടു ഒടിഞ്ഞു. ഇനി എനിക്ക് തുടയ്ക്കാൻ വയ്യ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ പോയി കുളിച്ച് ഫ്രഷായി. അപ്പോഴത്തേനും വിശപ്പിൻ്റെ വിളി വന്നു. എല്ലാം ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കുള്ളൊരു സമാധാനം ഉണ്ടല്ലോ. ആ സമാധാനത്തിൽ ഞാൻ പോയി കുറച്ച് നേരം സമാധാനമായിരുന്ന് മീശമാധവൻ സിനിമയൊക്കെ കണ്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ സൺഡേ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പിന്നെ കാണാം. ടാറ്റാ.